നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. ചായക്കടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നത്. കഴിഞ്ഞിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശയൊക്കെ അതാ കുറച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വന്നത് കേട്ടോ. ഇത് ഈ ഒന്ന് റൗണ്ട് ചെയ്യണതിൻ്റെ ഈ കയ്യിൽ ഫോണായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ അരച്ചതൊക്കെ ഏകദേശം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, റൗണ്ട് ചെയ്തൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് വൈകിയാണ് കേട്ടോ എണീക്കുന്നത്. ഒരു 7 മണി 6:30 6:45 7 മണി ആ ടൈമിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ കുറച്ച് ചുട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ ചോറിന് അതിൻ്റെ അപ്പുറത്ത് വെള്ളം വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അരി അത് തിളച്ച് വന്നിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അരിയൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ അരിയൊക്കെ ഇട്ട് ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ വെന്തിട്ടുണ്ട്. അങ്ങനെ ഇതാ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ദോശയ്ക്ക് കറി ഉണ്ടാക്കുന്ന കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ അപ്പോൾ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനാദ്യം കടലൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചിരവിയിട്ടൊന്നും ഇല്ലേന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വേവിച്ച് വെച്ചു. പിന്നെയാണ് ഞാൻ തേങ്ങയൊക്കെ ചിരവി അരച്ച് റെഡിയാക്കിയതൊക്കെ കേട്ടോ. പിന്നെ ഞാനിതാ ഇഡ്ഡലിക്കൊക്കെ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് ഇതാ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഞാനൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എണ്ണയല്ല ഓയിലൊക്കെ ഒന്ന് ഇതാ ലെവലാക്കി കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ശരിയാക്കിയതിന് ശേഷം എന്താ ഞാനിവിടെ അരച്ച് വെച്ച മാവ് ഞാനിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവില്ല എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനും രാജേട്ടനൊന്ന് പാടത്തേക്കൊക്കെ ഒന്ന് പോയി വിറകെന്ന് പറയാനൊന്നുമില്ല കേട്ടോ. പട്ടയൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാജേട്ടനോട് ഇതിൻ്റെ മുന്നേ കുറേ പറയുന്നുണ്ട് നമുക്കൊന്ന് പോയി കൊണ്ടുവരിക, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കൊക്കെ പോയി കൊണ്ടുവരും കേട്ടോ. പട്ടയൊക്കെ ഇവിടെ അടുത്തേക്കൊക്കെ പോകും, ദൂരത്തേക്കൊന്നും പോവില്ല. അപ്പോൾ പട്ടയൊക്കെ കൊണ്ടുവന്നാൽ അത് ഉണങ്ങിയതാകുമ്പോൾ പിന്നെ സുഖമാണല്ലോ. അത് ഒന്ന് കുത്തിയിട്ടാൽ പോരെ. തീയൊക്കെ കത്തിച്ച് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് പട്ടകളൊക്കെ നല്ലതാണ്. ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വന്ന് നോക്കണം എനിക്കറിയില്ല കേട്ടോ. വീഡിയോ ഓണാണോ നോക്കുകയാണെന്നാണ് തോന്നുന്നത്. ആ വീഡിയോ എടുത്തപ്പോൾ മുടി ഒരു സൈഡ് ഭാഗത്തൊക്കെ ആയിരുന്നു കേട്ടോ. അത് ശരിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അതിൻ്റെ നെക്സ്റ്റിലെ വീഡിയോ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇപ്പുറത്ത് ഇഡ്ഡലി ചുടുന്നുണ്ട്, ഇപ്പുറത്ത് ഞാൻ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒപ്പമാണ് കേട്ടോ കൊണ്ടുപോകണത്. പിന്നെ ഞാൻ കടലൊക്കെ വേവിച്ചെടുത്തേന്ന് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചിരവി, അങ്ങനെ തേങ്ങയൊക്കെ ചിരവി അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനിവിടെ ഇത് ചൂടാറിയപ്പോൾ ഇതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. ഈ പാത്രം കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ക്യാമറ എവിടെ വെച്ചാലാണ് ക്ലിയർ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ദോശ ചുടലും ഇഡ്ഡലി ചുടലും അവിടെ നല്ല രീതിയിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ട് നിൽക്കുകയാണ്. കണ്ടോ, ഇഡ്ഡലിയൊക്കെ ഏകദേശം പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. മാവൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അടുപ്പത്തുണ്ട്, കുറച്ച് ചൂടാറാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കടലക്കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ അവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് കഴുകാൻ, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് പിന്നെ ഞാൻ കടല ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ പൊടികളൊക്കെ ഒന്ന് സെറ്റായോ എന്ന് നോക്കിയിട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അതിക്ക് നാളികേരമൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഉപ്പൊക്കെ റെഡിയാണോ നോക്കിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ഉള്ളിയിൽ വറവിടുക കേട്ടോ ചെയ്തത്. ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലൊക്കെ മതി. ഞാൻ ഉള്ളിയിൽ വറവിട്ടു. അപ്പോൾ ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കി നോക്കിയിരുന്നു കേട്ടോ. അന്ന് ഞാൻ മമ്പയറിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. മമ്പയറോ കടല എന്തായാലും മതി.
യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതിൽ കടലയാണ് കേട്ടോ കണ്ടത്. അതിൽ ഞാൻ കണ്ടത് നാളികേരം ഒന്നും അരക്കാതെ, നാളികേരം ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു എളുപ്പമാർഗ്ഗം ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് പിന്നെ അതിലേക്ക് കടലയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കുക കേട്ടോ. അപ്പോൾ ഒരു നാളികേരം അരച്ചതിൻ്റെ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. കറീൻ്റെ ഒപ്പം കൂട്ടാം. നാളികേരം ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു എളുപ്പമാർഗ്ഗമാണ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. പിന്നെ രാജേട്ടൻ റിച്ചുവിന് മാങ്ങ വേണം പറഞ്ഞപ്പോൾ റിച്ചുവിൻ്റെ കൂടെ പോകാൻ നിൽക്കുന്നു. 4 ആൾക്കാരുള്ളല്ലോ ഉണ്ട് പറഞ്ഞിട്ട് ഞാനും പോകുന്നുട്ടോ. പിന്നെ ഞാൻ പട്ടക്ക് പോകുന്നതാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനും പറയണം. അപ്പോൾ പിന്നെ രാജേട്ടൻ്റെ കൂടെ ഞാനും പോകുന്നു. രാജേട്ടൻ പറഞ്ഞാണ് ഇപ്പോൾ പോകണ്ട, നമുക്ക് വെയിലൊക്കെ ഒന്ന് പോയിട്ട് അക്കം പോലെ പോവാലോ എന്ന് പറഞ്ഞതാണ്. ഓ തെറ്റിപ്പോയി. അങ്ങനെ പങ്കായം പൊക്കി, പൊക്കി ഞാനൊന്ന് നോക്കി. ഞാനിപ്പോ കേക്കും എന്ത് ചെയ്യണില്ലേ എവിടെ റിച്ചു എടുത്തിട്ടുണ്ടല്ലോ. ശിവന്റെ ബുക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ അമ്പലത്തെ ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ബുക്കാണിത്. അപ്പോൾ അത് പറയാണ്, ശിവനെ കണ്ടിട്ടാണ് പറയണേ. അപ്പോൾ വെറുതെ സ്വാമി കൊണ്ടൊരു പാട്ടുണ്ടാക്കി. അപ്പോൾ രാജേട്ടൻ മാങ്ങയൊക്കെ ചടിക്കാൻ പോവുകയാണ്. റിച്ചുവിനെ വേണം പറഞ്ഞപ്പോൾ റിച്ചുവിൻ്റെ കൂടെ പോവുകയാണ് പറഞ്ഞപ്പോൾ ഞാനും പോകുന്നതാണ് കേട്ടോ. റിച്ചുവിന് എന്താ വീഡിയോയിൽ കാണാത്തതെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. റിച്ചുവിനെ ഒന്നും വീഡിയോ എടുക്കാൻ കിട്ടില്ല. വീഡിയോ ഓണാക്കുമ്പോൾ റിച്ചു ഓടിപ്പോവാണ് പതിവ് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ റിച്ചുവിനെ വീഡിയോ എടുക്കാൻ. നമ്മളോട് ഇങ്ങനത്തെ വീഡിയോ ഇടുമ്പോൾ നാടൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ജ്യോതി ചേച്ചി ഉണ്ട് കേട്ടോ. ശരി അല്ല ശരിയാ. എന്തേലും ഒന്ന് ഭക്ഷണം കഴിച്ചത് തടി നന്നാക്കുക, ഇതാവും കമൻസ് എടുക്കണ്ട കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നല്ല റിച്ച് മുടിയൊക്കെ കെട്ടി അടിപൊളിയായിട്ടുണ്ട്. കണ്ടില്ലേ എവിടെ മുറിയേ? സൂര്യൻ നോക്കണുണ്ടല്ലേ. ഓ ഏട്ടന്റെ കാല് നോക്കാണ്. ജമ്മുന്നുള്ളി പറിച്ചല്ലേ അതില് പോലെ എങ്ങനെ മുറിയത്? ഞാൻ നേരത്തെ പറഞ്ഞ ജ്യോതി ചേച്ചി എന്ന് പറയണ പെരിന്തൽമണ്ണ ഉണ്ട് വീട്. അപ്പോൾ ഇപ്പോൾ ആ ചേച്ചി തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ പാടത്തുള്ള വീഡിയോ, പിന്നെ വീടും പിന്നെ ചുറ്റുവട്ടത്തിലെ ഓരോരോ പാടങ്ങളും തോട്ടങ്ങളും ഒക്കെ കാണുമ്പോൾ എന്നോട് പറയലുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നാട് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ടൗണിലൊക്കെ നിൽക്കുന്നവർക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കൂടുതൽ ഇഷ്ടമാവുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമാവണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പാടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയ ടീമാണ് കേട്ടോ അത്. കാണുന്നുണ്ടോ? മാങ്ങ ചടിക്കുകയാണ്. ഞാൻ വീഡിയോയിൽ പറയല്ലേ രഞ്ജിത്തേട്ടൻ അമ്മൂന്ന്. ആ അമ്മൂൻ്റെ ഒക്കെ വീടാണ് കേട്ടോ കാണുന്നത്. വീഡിയോയിൽ കാണില്ലല്ലേ. അതാ രാജുവേട്ടൻ മാങ്ങ ചാടിക്കാണ്ട് അവിടെ. റിച്ചുവിന് മാങ്ങ ചാടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞപ്പോൾ മാങ്ങ ചാടിക്കാണ്. ഞാനാണെങ്കിൽ വെയിലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ സൂര്യമോളുണ്ട് കേട്ടോ റിച്ചുവിൻ്റെ ഒക്കെ ഒപ്പം. രാജുവേട്ടൻ എന്തൊക്കെയാ അവിടെ വടി എന്തൊക്കെയോ പൊട്ടിക്കുന്നുണ്ട്.
വീട്ടിൽ പോയോ? അതിമ തൂങ്ങിക്കളാ. അല്ലേ ആ പട്ടമ്മ തൂങ്ങ്. കിട്ടൂല. അങ്ങ് തൂക്കി വലിച്ചെടുത്തോക്ക്. പറയണ കേട്ടാ നമ്മളെ തോട്ടാണ് ശരിക്കും. പറയണ കേട്ടാ നമ്മളെ തോട്ടാണ് ശരിക്കും. കണ്ട പായൻ്റെ ഇവിടുന്ന് കേട്ടോ. ഇവിടെ എല്ലാം മുതലാളിൻ്റെ ആണ്. കുഴപ്പമൊന്നുമില്ല, ചീത്തൊന്നും പറയില്ല. കഴിഞ്ഞോ? എത്ര പെട്ടെന്ന് കഴിഞ്ഞ? ഞാൻ മതി വയ്ക്കോ? മോള് പാട്ടാണ്. പെരിന്തൽമണ്ണല്ലേ ജ്യോതി ചേച്ചി. ഇപ്പോൾ തിരുവനന്തപുരത്തെ ആള് ഇടക്കിടക്ക് പറയലുണ്ട് എന്നോട്. കാണുമ്പോൾ ഈ പാടം ഇതൊക്കെ കാണുമ്പോൾ നാട് മിസ് ചെയ്യലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവരിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് അല്ല അവിടെ തിരുവനന്തപുരത്തോ? പെരിന്തൽമണ്ണ ഓ അത് ശരി. ഇവിടെ നമ്മളെ നാട്ടിലായിരുന്നു അല്ലേ, മലപ്പുറത്ത്. അങ്ങനെ അപ്പോൾ പാടം കാണുമ്പോൾ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അല്ലെങ്കിലും ചെറുപ്പകാലത്തുള്ളൊരു ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ വിഷു പറഞ്ഞാൽ വലിയ ആഘോഷമൊന്നുമില്ലല്ലോ. ആ വീടിൻ്റെ ബാക്ക് ഭാഗം പഴയ ഇല്ലങ്ങളൊക്കെ കണ്ടോ? എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വീട്. ഉണ്ടോ പഴയ ഓരോരോ നൊസ്റ്റാൾജിയ ഫീൽ. പോകുക തോപ്പ് തന്തു ചോമ്പ് ജന്തു അറിയണം. പിന്നെ ഒരു 4 മണി ടൈമായി. ഇപ്പോൾ ഇതാ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചോറവിടെ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തിന് കുറച്ച് ചോറുണ്ടാക്കിയാൽ മതി. അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളമൊക്കെ ആക്കി വെച്ച പാത്രമൊക്കെ ഉണ്ടായിരുന്നു. കഴുകാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. വലിയ എനർജിയും കാര്യങ്ങളൊന്നുമില്ല, ഓരോർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വരുന്നതൊക്കെ. അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴയൊക്കെ കിട്ടിയില്ലേ. ഒരു ചെറിയൊരു മഴയൊക്കെ പെയ്തിരുന്നു കേട്ടോ. ചെറിയ മഴ പറയാനുള്ളൂ, മഴയൊക്കെ അപ്പം തന്നെ നിന്നിട്ടുണ്ട്. അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ചോറൊക്കെ ആയിട്ടുണ്ട്. ആദ്യം ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ആദ്യം ഇവിടെ പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചോറുണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ചായയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഒരു പതിവ് ഇപ്പോൾ വന്നു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ശീലമായി ഉണ്ടാക്കി. രാത്രിക്ക് കറി ഉണ്ടാക്കുന്നത് ഞാൻ മത്തൻ കറിയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ മുരിങ്ങാക്കറിയൊക്കെ ഉണ്ടായിരുന്നു, ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മത്തൻ കറി കുറച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പം കറിയൊക്കെ അതാ അടുപ്പത്തായിട്ടുണ്ട്. പിന്നെ അതാ അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മത്തൻ്റെ ഒരു ഭാഗം അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറി ഉണ്ടാക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ കറി ഉണ്ടാക്കുന്നത് രാവിലെ ചായക്കടി എന്തുണ്ടാക്കുന്നില്ല, രണ്ടും ഒരു ചോദ്യചിഹ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അത് രണ്ടും മിസ്സാക്കാൻ പറ്റില്ല. അതിന് പകരം വേറെ ഒന്നും ആയിട്ടും കാര്യമില്ല. കറി എന്ന് പറഞ്ഞാൽ കറി തന്നെ വേണ്ടേ. ചായക്കടിക്ക് പറഞ്ഞാൽ ചായക്കടി തന്നെ വേണം. അത് രണ്ടും ഒരു ചോദ്യചിഹ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രധാന ഒരു വിഷയം തന്നെയാണ് കേട്ടോ അത്. എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കറിയൊക്കെ അവിടെ നിന്ന് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ പട്ടയൊക്കെ വെട്ടി വെച്ചിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ക്ലിയർ ഉണ്ടാവില്ല എന്നൊക്കെയറിയാം. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.